ഓർക്കാൻ പോലും തോന്നുന്നില്ല. കാരണം ഏട്ടൻ വിട്ടുപോയെന്ന് എനിക്ക് ഓർക്കാൻ തോന്നുന്നില്ല. അതുപോലൊരു വിഷമമാണ്. ഏട്ടൻ എവിടെയൊക്കെ ഉണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നാളത്തെ ചടങ്ങെന്ന് പറഞ്ഞാൽ രാവിലെ തിരി കത്തിക്കാൻ വേണ്ടി കല്ലറങ്ങി പോകും. അതുപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, സുചേട്ടനെ അടക്കിയത് നമ്മുടെ പള്ളിയിലാണ്. പള്ളിയിലെ കല്ലറയിലാണെങ്കിലും ഏട്ടൻ്റെ ചടങ്ങും എല്ലാം കൊല്ലത്തും നടത്തിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം അങ്ങനെ തന്നെയായിരുന്നു. നിങ്ങളാരും വന്നില്ലായിരിക്കും, കണ്ടില്ലായിരിക്കും, അറിയില്ല. എന്തായാലും കൊല്ലത്തും ചടങ്ങുണ്ട്. കിച്ചുവിന് അവിടെ നിന്നേ പറ്റത്തുള്ളൂ, ആ ചടങ്ങിൽ പങ്കെടുത്തേ പറ്റത്തുള്ളൂ. അപ്പം കൊല്ലത്തെ ആൾക്കാർ അവിടെയും ഞങ്ങൾ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിനാണ് അത് പോകുന്നത്. ആരും ഓർക്കരുത് അയ്യോ കിച്ചു എന്തിയേ, കൊല്ലംകാരെന്തിയെന്നൊന്നും ആരും ചോദിക്കരുത്. അതിന് മുന്നെയാണ് ഞാനിത് പറയുന്നത്. കാരണം ഞങ്ങൾ ഇന്നും കൂടെ വിളിച്ചു, അവരും വിളിച്ചു. അപ്പം ഞങ്ങളുടെ ചടങ്ങ് കഴിഞ്ഞ് അങ്ങോട്ടോ അവരുടെ ചടങ്ങ് ഇങ്ങോട്ടോ പോകാൻ പറ്റില്ല. കാരണം 4 മണി വരെ ചടങ്ങ്, വൈകുന്നേരം വരെ ഉണ്ട്. ആൾക്കാരൊക്കെ വരും, അവിടെയുള്ളവർ അവിടെയും വരും. അവിടെയും ചടങ്ങുണ്ട്. വെളുപ്പിനെ അവർക്ക് ബലി ഇടുന്നുണ്ടെന്ന് തോന്നുന്നു, അങ്ങനെ എന്തോ ചടങ്ങാണ്. ഇവിടെ അതുപോലെ നമ്മൾ കല്ലറയിൽ പോയി പ്രാർത്ഥിക്കുന്നുണ്ട്. 2 രീതി ചടങ്ങുണ്ട്, അതെല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പം അവരവിടുത്തെ ചടങ്ങ് നടത്തും, നമ്മളിവിടുത്തെ ചടങ്ങ്. വീട്ടിൽ വന്ന് ഒരു പ്രാർത്ഥന, പ്രെയറുണ്ട്. പിന്നെ ചേട്ടൻ്റെ പേരിൽ ഒരു നേരത്തെ ആഹാരം എല്ലാവർക്കും കൊടുക്കും. ഇതാണ് നാളത്തെ ചടങ്ങ്. 2 വർഷമാവാണ് ഏട്ടൻ മരിച്ചിട്ട്, ജൂൺ 5.